ജോർദാനിലെ പെട്ര എന്ന ലോകാത്ഭുതത്തിന്റെ കാഴ്ചയിലൂടെ അതിരാവിലെ തുടങ്ങിയ സഞ്ചാരം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പെട്രയുടെ ഒരറ്റത്തെ റോമൻ നിർമ്മിതിക്കരികെ നിന്നും ഇനി മടങ്ങണം. റോമൻ സെറിമോണിയൽ ഗേറ്റ് കടന്ന് പുരാതന ക്ഷേത്രങ്ങൾക്കരികിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം. മലമുകളിലെ മൊണാസ്ട്രി എന്ന ഗവേഷകർ പേരു നൽകിയിരിക്കുന്ന നിർമ്മിതി വരെ പോകുന്നവരാണ് ഇവരൊക്കെ. മൊണാസ്ട്രി കാണേണ്ടെന്ന് വെച്ചാണ് എന്റെ നടത്തം. ഡ്രൈവർ ഹാബിസ് ഹോട്ടലിന് മുന്നിൽ കാറുമായി എത്തിയെന്ന് അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു. ഒരു ഭാഗത്ത് വറ്റിപ്പോയ ഒരു നദി കാണുന്നു. ഈ നദിയുടെയോ വാദിയുടെയോ സാന്നിധ്യമായിരിക്കാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ഒരു ജനപദം ഉയർക്കൊള്ളാനുള്ള ഒരു കാരണം. ഞാൻ ഈ നടന്നു പോകുന്ന ഭാഗം കോളനൈഡഡ് സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇരുഭാഗത്തും വലിയ ഉരുളൻ തൂണുകളുടെ നിരയുണ്ടായിരുന്ന ഒരു വഴി. പണ്ടത്തെ വർത്തക സംഘങ്ങളുടെ ഓർമ്മയുണർത്തിക്കൊണ്ട് ഒട്ടകങ്ങളും കുതിരവണ്ടികളുമെല്ലാം കാഴ്ചയിലേക്ക് കയറി വരുന്നു. റോമൻ ആധിപത്യകാലത്ത് AD 2-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് കോളനൈഡഡ് സ്ട്രീറ്റ്. അക്കാലത്തെ വലിയൊരു വാണിജ്യ തെരുവായിരുന്നു ഇത്. ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും അറേബ്യയിൽ നിന്നുള്ള തുണികളും ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്നുള്ള രത്നക്കല്ലുകളുമെല്ലാം അന്നിവിടെ വിറ്റിരുന്നുവെന്നും ചരിത്രം. കോളനൈഡഡ് സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ വാദിക്കപ്പുറമുള്ള മലഞ്ചെരുവിൽ റോയൽ ടൂംസ് കാണാം. അനേകം കമാനങ്ങളോടെ പല നിലകളിലായി അക്കാണുന്നതാണ് ഊറൻ ടൂംബ്. റോയൽ ടൂംസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതി അതുതന്നെയാണ്. അതിനു മുന്നിലൂടെയാണ് ഞാൻ ഗ്രേറ്റ് ടെമ്പിൾ വരെ നടന്നത്. തിരികെ വന്നതാകട്ടെ കോളനൈഡഡ് സ്ട്രീറ്റിലൂടെയും. വലിയൊരു നിർമ്മിതിയാണ് ഊറൻ ടൂംബ്. പെട്ര ഭരിച്ചിരുന്ന 2 നബാത്യൻ രാജാക്കന്മാരെ സംസ്കരിച്ചത് അവിടെയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൂറ്റൻ മലയിൽ കൊത്തിയെടുത്ത കെട്ടിടരൂപങ്ങൾ. പാറയിൽ ഇത്തരം നിർമ്മിതികൾ കൊത്തിയെടുക്കുന്ന വിദ്യ ഒരുപക്ഷെ ആദ്യമായി പ്രാവർത്തികമാക്കിയത് നബാത്യന്മാരായിരിക്കാം. ഊറൻ ടൂംബ്, സിൽക്ക് ടൂംബ്, കൊറിന്ത്യൻ ടൂംബ്, പാലസ് ടൂംബ് എന്നിങ്ങനെ 4 വലിയ കുടീരങ്ങളാണ് റോയൽ ടൂംസിലുള്ളത്. 2 സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മണൽക്കാറ്റേറ്റ് പലതിൻ്റെയും യഥാർത്ഥ രൂപം നഷ്ടമായി കഴിഞ്ഞു. എണ്ണമറ്റ ചെറു ടൂമ്പുകൾ വേറെയുമുണ്ട്. പെട്രയിൽ വന്ന ശേഷം ഇപ്പോൾ തന്നെ ഏകദേശം 8 കിലോമീറ്റർ നടന്നു കഴിഞ്ഞു. ഒട്ടകങ്ങളുടെ പുറത്ത് സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ചില ഭാഗത്ത് കൂടുതൽ തിരക്കു കാണാം. അവിടെ ചില ഷോപ്പുകളൊക്കെ ഉള്ളതാണ് കാരണം. നേരം 12:30 12 മണിക്ക് പെട്രയിൽ നിന്നിറങ്ങണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നതെങ്കിലും നടന്നിട്ട് വഴി തീരുന്നില്ല. കുറച്ചുകൂടി ചെല്ലുമ്പോൾ ഉറൻ ടൂംസിന്റെ വ്യക്തമായൊരു കാഴ്ച ലഭിക്കുന്നു. AD 1-ാം നൂറ്റാണ്ടിൽ പണിതതാണ് അത്. ഉറൻ ടൂംബ് എന്നും ദ കോർട്ട് എന്നും അറിയപ്പെടുന്ന നിർമ്മിതിയാണത്. അറിറ്റസ് 4-ാമൻ രാജാവിനെയോ മെലിക്കസ് 2-ാമൻ രാജാവിനെയോ സംസ്കരിച്ചിരിക്കുന്നത് അവിടെയാണെന്നാണ് ഗവേഷക നിഗമനം. AD 447-ൽ അതൊരു ക്രിസ്തീയ ദേവാലയമാക്കി മാറ്റിയതായുള്ള ലിഖിതങ്ങൾ ഉറൻ ടൂംബിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ചെല്ലുമ്പോൾ നേരത്തെ കണ്ട തിയേറ്ററിനരികെ എത്തുന്നു. തേഞ്ഞുപോയ ഗാലറിയോടുകൂടിയ വമ്പൻ തിയേറ്റർ. വടക്ക് നിന്ന് തെക്കോട്ട് ദർശനം ലഭിക്കുന്ന രീതിയിലാണ് തിയേറ്ററിന്റെ നിർമ്മാണം. ഗാലറിയിൽ ഇരിക്കുന്നവരുടെ കണ്ണിലേക്ക് സൂര്യപ്രകാശം നേരിട്ട് പതിക്കാതിരിക്കാനാണ് ഈ ദിശാകൗശലം. 45 വരികളിലാണ് തിയേറ്ററിൽ ഇരിപ്പിടം സജ്ജമാക്കിയിരിക്കുന്നത്. റോമൻ തിയേറ്ററിനടുത്തു നിന്നും മലയിടുക്കിലൂടെയുള്ള ഒരു വഴി തുടങ്ങുന്നു. പെട്രയിലേക്കുള്ള പ്രധാന വഴിയായ സിക്കിന്റെ ഒരു ചെറുപതിപ്പാണിത്. സിക്കിന്റെ ഒരു തുടക്കം തന്നെയാണിതെന്നും പറയാം. ഇടുങ്ങിയ ചരിത്രവഴി. അത്ര സുഖകരമല്ല ഈ മലയിടുക്കിലൂടെയുള്ള നടത്തം. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ വഴിയാണിതെന്നതാണ് കാരണം. അതുകൊണ്ട് തന്നെ കുതിരകളെയും കഴുതകളെയും കോവർ കഴുതകളെയുമൊക്കെ ആശ്രയിക്കുകയാണ് ആളുകൾ. ഇതിലൂടെ നടന്ന് കഴുതകളും കുതിരകളും ശീലിച്ചിരിക്കുന്നു. നടന്ന് ട്രഷറിയുടെ മുന്നിലെത്തി. ഇവിടെ അധിക നേരം നിൽക്കുന്നില്ല. വീണ്ടും സിക്കിലൂടെ യാത്ര തുടരണം. 2 കാരണങ്ങൾ കൊണ്ടാണ് നബാത്യന്മാർ സിക്കിനെ പെട്രയിലേക്കുള്ള പ്രധാന പാതയാക്കിയത്. നിഗൂഢമായ ഒരു പാതയാണിതെന്നതാണ് ഒന്നാമത്തെ കാര്യം. ജലം നഗരത്തിലേക്കെത്തിക്കാൻ ഏറ്റവും എളുപ്പമാർഗം ഇതായിരുന്നുവെന്നത് രണ്ടാമത്തെ കാര്യം. ബന്ധുക്കളുടെ തനതുരൂപത്തിൽ ചിലരെയും കാണാം. ഒരിടത്ത് സുവനീർ വിൽക്കുന്ന 2 പിള്ളേർ തമ്മിൽ പിടിവലി നടക്കുന്നു. അവരെ കടന്ന് ഞാൻ സാമാന്യം വേഗത്തിൽ തന്നെ നടക്കുകയാണ്. കുറെ നടന്നു തിരിഞ്ഞു നോക്കുമ്പോൾ മലയുടെ വിള്ളലിലൂടെയുള്ള ട്രഷറി ഓഫ് പെട്രയുടെ കാഴ്ച അതിമനോഹരമാണ്. എത്ര കണ്ടാലും മടുക്കാത്ത ഒരു കാഴ്ച. പക്ഷേ ഹാബിസ് വണ്ടിയുമായി കാത്തിരിക്കുകയാണ്.
മനോഹരമായ കുറേ ദൃശ്യങ്ങളാണ് സിക്കിൽ നിന്നും എനിക്ക് കിട്ടുന്നത്. അതിൽ ഏറ്റവും രസകരം സിക്കിന്റെ ഇടുങ്ങിയ വഴിയിലൂടെ കുതിരവണ്ടി കടന്നുവരുന്ന കാഴ്ച തന്നെ. ഏതോ ഹോളിവുഡ് പുരാണ സിനിമയിൽ കണ്ടുപറന്നതുപോലെയുള്ള ദൃശ്യങ്ങൾ. ഉച്ച കഴിയുന്നതോടെയാണ് പെട്രയിൽ കുതിരവണ്ടികൾ സജീവമാവുക. രാവിലെ സഞ്ചാരികൾ വലിയ ആവേശത്തിൽ സിക്കിലൂടെ പെട്രയിലേക്ക് നടക്കും. അവിടെ എത്തി കാഴ്ചകളൊക്കെ നടന്നു കാണുന്നതോടെ മിക്കവരും ക്ഷീണിതരാവുകയും ചെയ്യും. അപ്പോഴാണ് കുതിരവണ്ടികൾ സമീപിക്കുക. രാവിലെ 20 ദിനാർ ചോദിച്ച കുതിരക്കാർ ഉച്ചയ്ക്ക് 40 ദിനാർ ചോദിച്ചിരിക്കും. 4 കിലോമീറ്റർ തിരികെ നടക്കുന്നതിലെ കാഠിന്യമോർത്ത് പലരും ആ തുക നൽകി കുതിരവണ്ടിയിൽ കയറുകയും ചെയ്യും. ഓരോ വർഷവും പെട്രയിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1991 വെറും 40,000 സന്ദർശകർ മാത്രമാണ് പെട്ര കാണാൻ വന്നിരുന്നത്. എന്നാൽ 2010 സന്ദർശകരുടെ എണ്ണം 9,75,000 ആയിരുന്നു. പെട്രയിൽ കച്ചവടത്തിലും മറ്റു ജോലികളിലും ഏർപ്പെടുന്ന ബന്ധുക്കളും വണ്ടിയിൽ നീങ്ങുന്നത് കാണാം. വണ്ടികൾക്ക് തന്നെ ഒരു പ്രാകൃത ഭാവമാണ്. മലയിടുക്കിന്റെ നിറത്തിനും പരുക്കൻ ഭാവത്തിനും ചേരുന്ന വിധമാണ് അത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് തോന്നും. നാടോടികളായി ജീവിച്ചിരുന്ന നബാത്തിയന്മാർ പെട്ര എന്നൊരു ഭൂപ്രദേശം കണ്ടെത്തുകയും അവിടെ ഗുഹാവീടുകളുണ്ടാക്കി സ്ഥിരതാമസം തുടങ്ങുകയായിരുന്നു. ക്യാമൽ കാരവനുകളായി അവർ വിദൂരദേശങ്ങളിൽ ചെന്ന് കച്ചവടം നടത്തി. അങ്ങനെ ഉണ്ടാക്കിയ പണം കൊണ്ട് പെട്രയെ സുന്ദരമാക്കി. മലകൾക്കിടയിലെ ഒളിപ്പട്ടണത്തിൽ തങ്ങൾ എന്നും സുരക്ഷിതരാണെന്ന് നബാത്തിയന്മാർ കരുതിയിരുന്നിരിക്കാം. എന്നാൽ റോമാക്കാരുടെ കണ്ണിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്കായില്ല. AD 106 പെട്ര റോമൻ സാമ്രാജ്യവുമായി കൂട്ടിച്ചേർക്കപ്പെട്ടു. പിന്നീട് ബൈസന്റൈൻമാരും പെട്രയെ തങ്ങളുടേതാക്കി. ബൈസന്റൈൻ സാമ്രാജ്യം ക്ഷയിക്കുകയും AD 551 രണ്ടാമത്തെ വലിയ ഭൂകമ്പം പെട്രയെ ഉലയ്ക്കുകയും ചെയ്തതോടെ ആ നഗരവും ഉപേക്ഷിച്ച് അവിടുത്തെ ആളുകൾ മരുഭൂമിയുടെ പലയിടങ്ങളിലേക്ക് പോവുകയാണുണ്ടായത്. ഞാൻ സിക്കിൽ നിന്നും പുറത്തിറങ്ങി. വെയിലിൽ ചുട്ടുപഴുത്തു കിടക്കുകയാണ് മരുഭൂമിയും മലകളും. ഈ വഴിയിലൂടെ ഇനി 1 ഇഞ്ച് പോലും നടക്കാനാവാത്ത വിധം തളർന്നിരിക്കുന്നു. ക്യാമറ തൽക്കാലം ഓഫ് ചെയ്ത് ബാഗിൽ വെച്ചു. പിന്നെ തളരുന്ന കാലുകളെ വലിച്ചിഴച്ച് ഒരു വിധത്തിൽ വിസിറ്റർ സെന്ററിലെത്തി. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. അവിടെ ഒരിടത്തു നിന്ന് 2 കുപ്പി തണുത്ത വെള്ളം വാങ്ങിക്കുടിച്ച് ജീവനെ തിരികെ പിടിച്ചുവെന്ന് പറയാം. വിസിറ്റർ സെന്ററിന്റെ പൂമുഖമാണിത്. ഇനി ഇവിടെ നിന്നും ഹോട്ടൽ വരെ നടക്കണം. അടുത്ത കാലത്ത് നിർമ്മിച്ചതാണ് വിസിറ്റർ സെന്ററിലെ ഈ സംവിധാനങ്ങളെല്ലാം. ഒടുവിൽ ഹോട്ടലിന്റെ മുന്നിലേക്ക് നടന്നെത്തിയിരിക്കുന്നു. അവിടെ കാറുമായി ഹാബിസ് കാത്തുകിടപ്പുണ്ട്. അയാളുടെ മുഖത്തൊരു നീരസമുണ്ടാവാം. ഞാനത് ശ്രദ്ധിച്ചില്ല. ഹോട്ടലിൽ നിന്ന് ബാഗെല്ലാം എടുത്ത് കാറിൽ കയറി. ഹാബിസിനെ ഒന്ന് പ്രശംസിച്ചപ്പോൾ അയാൾ ഹാപ്പിയായി. ഡ്രൈവറെക്കുറിച്ച് ട്രാവൽ ഏജന്റിനോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നുകൂടി വ്യക്തമാക്കിയതോടെ ഹാബിസിന് ബഹുസന്തോഷം. പെട്രയിൽ നിന്നും യാത്ര തുടരുകയാണ്. വാദി മൂസ പ്രദേശമാണ് ഇതൊക്കെ. പെട്ര എന്ന ലോകാത്ഭുതം ഒരിക്കൽ കൂടി എന്റെ ക്യാമറയിലാക്കിയതിന്റെ സന്തോഷത്തോടെ വാദി മൂസയുടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാനിരുന്നു. ഇനി പോകുന്നത് വാദി റം എന്ന ഒരു അത്ഭുത താഴ്വാരത്തേക്കാണ്. ടൂറിസം സജീവമായതോടെ പെട്രയിൽ ഉയർന്നുവന്ന ഹോട്ടലുകളും കച്ചവട കേന്ദ്രങ്ങളുമൊക്കെയാണ് പാതയോരങ്ങളിൽ. വാദി മൂസ എന്നാണ് ഈ പ്രദേശം മൊത്തത്തിൽ അറിയപ്പെടുന്നത്. പെട്രയുടെ പേരിലാണ് വാദി മൂസ വികസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്രയെന്നും ഈ പ്രദേശത്തെ വിളിക്കാറുണ്ട്. ഇന്ന് വലിയൊരു പട്ടണമാണ് വാദി മൂസ. 1,00,000 ആളുകളുള്ള പട്ടണം. ഈജിപ്തിൽ നിന്നും തന്റെ ജനവുമായി വാഗ്ദത്ത ഭൂമിയിലേക്ക് മോശ നടന്നുപോയത് ഇന്ന് വാദി മൂസ എന്നറിയപ്പെടുന്ന പ്രദേശത്തെ മലകളിലൂടെയും താഴ്വരകളിലൂടെയും ആയിരുന്നെന്നാണ് വിശ്വാസം. വെള്ളം കിട്ടാതെ വലഞ്ഞ തന്റെ ജനത്തിനു വേണ്ടി മോശ വടികൊണ്ട് പാറയിലടിച്ച് ജലം പ്രവഹിപ്പിച്ചുവെന്ന് പഴയ നിയമം പറയുന്നു. അയൻ മൂസ അഥവാ മോശയുടെ കിണർ എന്ന പേരിൽ ഒരു നീരുറവ ഇപ്പോഴും വാദി മൂസയിലുണ്ട്. പലയിടത്തും മനോഹരമായ ഫുട്പാത്തുകളൊക്കെ ഒരുക്കി വച്ചിരിക്കുന്നു. ഒരിടത്തെത്തുമ്പോൾ താഴ്വരയിൽ ഒരു ദൃശ്യമുണ്ട്. അക്കാണുന്നതാണ് ഞാൻ താമസിച്ചിരുന്ന പെട്ര ടൗൺ, പെട്രയുടെ ജനവാസ മേഖല. വാദി മൂസയുടെ ഏറ്റവും താഴെയുള്ള ഭാഗമാണത്. ഇടതുവശത്ത് പെട്ര ആർക്കിയോളജിക്കൽ പാർക്കിന്റെ വിസിറ്റർ സെന്റർ. വിസിറ്റർ സെന്ററിന് അടുത്തുനിന്നും പോകുന്ന പാത പ്രാകൃതമായ പാറക്കെട്ടുകൾക്കിടയിൽ ചെന്നെത്തുന്നു.
ഇക്കാണുന്ന പാറക്കെട്ടുകൾ തന്നെയാണ് പെട്ര. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങനെയൊരു നഗരം ഉണ്ടെന്ന് തന്നെ തോന്നുകയില്ല. ഇവിടെ പാറയിൽ ഒരു വിള്ളൽ കാണുന്നു. ഇതാണ് സിക്. ഞാൻ കുറച്ചു മുൻപ് നടന്നു വന്ന മലയിടുക്കിലെ ഇടുങ്ങിയ പാത. ഈ ഇടുക്കിലെ 100 മീറ്ററിലേറെ താഴ്ചയുള്ള ഗർത്തത്തിലൂടെയാണ് ഞാൻ പെട്ര എന്ന പുരാനഗരത്തിലേക്ക് പോയതും തിരികെ വന്നതും. ആ മലയ്ക്കപ്പുറം ഒരു പട്ടണമുള്ളത് ഈ കുന്നുകളിലൂടെയും താഴ്വരകളിലൂടെയും പോയിരുന്ന വർത്തക സംഘങ്ങൾക്ക് പോലും അറിയുമായിരുന്നില്ല. പെട്രയിലേക്ക് ഇന്നുള്ള പാതയാണ് വിസിറ്റർ സെന്റർ മുതൽ താഴേക്ക് മൺപാതയായി അക്കാണുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ അതുവഴി ഇപ്പോഴും ആളുകളും കുതിരവണ്ടികളും പോകുന്നത് കാണാം. വാദി മൂസയുടെ ഏറ്റവും താഴെയുള്ള ഭാഗമാണത്. ഇക്കാണുന്നതാണ് വിസിറ്റർ സെന്റർ. പരുക്കൻ ഭാവമുള്ള മലനിരകൾക്കപ്പുറം മറഞ്ഞുകിടന്നിരുന്ന വലിയൊരു സാംസ്കാരിക കേന്ദ്രം തന്നെയായിരുന്നു പെട്ര. പുറം ലോകത്തിന് അറിവില്ലാത്ത വിധം നൂറ്റാണ്ടുകളോളം ആ ജനവാസ പ്രദേശം മറഞ്ഞുകിടക്കാൻ കാരണം ഭൂപ്രകൃതിയുടെ ഈ പ്രത്യേകത കൊണ്ടുകൂടിയാണ്. പെട്രയുടെ വിദൂര കാഴ്ചയിൽ നിന്നും മടങ്ങി അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. യാത്ര തുടരുകയാണ്. വാദി മൂസയുടെ പ്രാന്തഭാഗത്ത് വലിയ ജനവാസ കേന്ദ്രങ്ങൾ ഇപ്പോൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. മാരിയറ്റ് ഉൾപ്പെടെയുള്ള ഇന്റർനാഷണൽ ചെയിനുകളുടെ ഹോട്ടലുകളും മറ്റും യാത്രയിൽ കാണാം. പെട്ര താഴ്വരയിലേതിനേക്കാൾ ഹോട്ടലുകളും റിസോർട്ടുകളും പട്ടണത്തിൽ നിന്നും വിട്ടുള്ള ഇത്തരം പ്രദേശങ്ങളിലാണുള്ളത്. ഈ പാതയിലൂടെ നീങ്ങുമ്പോൾ നിരവധിയായ 5 സ്റ്റാർ ഹോട്ടലുകളാണ് ഓരത്തെങ്ങും കാണുന്നത്. മൂവൻപിക്കിന്റെ ഒരു ഹോട്ടൽ താഴ്വാരത്ത് കണ്ടിരുന്നു. ഇവിടെ മലമുകളിൽ രണ്ടാമതൊന്നുകൂടിയുണ്ട്. ടൂറിസത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന പ്രദേശങ്ങൾ. പെട്രയുടെ ഖ്യാതി ലോകമെങ്ങുമെത്തുകയും ആ ലോകാത്ഭുതം കാണാൻ നാനാദേശങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകളുടെ കുത്തൊഴുക്ക് തുടങ്ങുകയും ചെയ്തതോടെ വാദി മൂസയും സമീപ പ്രദേശങ്ങളുമൊക്കെ പുതിയൊരു ഉണർവ് നേടിയിരിക്കുകയാണ്. സുന്ദരമായ ഭൂപ്രകൃതി. ടൂറിസ്റ്റുകളുടെ സൗകര്യാർത്ഥം പാതയും പാതയോരങ്ങളുമെല്ലാം ഒരുങ്ങിയിരിക്കുന്നു. കാർ ഇപ്പോൾ ഒരു ചെറുപട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത്തൈബ എന്ന പ്രദേശമാണിത്. വാദി മൂസയുടെ ഒരു ഉപഗ്രഹ പട്ടണമാണ് അത്തൈബ. ടൂറിസവുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് ഇവിടെയും പ്രധാനമായുള്ളത്. ഹോട്ടലുകളും റിസോർട്ടുകളുമൊക്കെ ഇവിടെയുമുണ്ട്. 6000 അത്തൈബ പട്ടണത്തിലെ ജനസംഖ്യ. അവരിൽ വലിയൊരു ശതമാനവും ടൂറിസം വ്യവസായത്തെ ഉപജീവിച്ച് കഴിയുന്നവർ തന്നെ. പെട്രയിൽ ടൂർ ഗൈഡുകളായും ഹോട്ടൽ ജോലിക്കാരായും കച്ചവടക്കാരായും കാണുന്ന ധാരാളം ആളുകൾ അത്തൈബ നിവാസികളാണ്. അത്തൈബ പിന്നിലാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജോർദാനിൽ കണ്ട മരുഭൂമിയുടെ പരന്ന കാഴ്ചയല്ല, മലനിരകളാണ് ഇവിടെ കാണുന്നത്. മലഞ്ചെരുവുകൾ ഹോട്ടലുകളും റിസോർട്ടുകളും അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളുമൊക്കെയായി വലിയ തോതിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ മൺനിറമുള്ള കുറേ വീടുകൾ കാണാം. പരമ്പരാഗത ജോർദാനി വീടുകളുടെ രൂപം ഇതായിരുന്നു. അറേബ്യൻ മേഖലയിലൊക്കെ പരമ്പരാഗത അറബി വീടുകളുടെ ഒരു സ്വഭാവം അതാണ്. അത്തരം വീടുകളുമായി മലഞ്ചെരുവിൽ കാണുന്നത് ഒരു പരമ്പരാഗത ഗ്രാമമൊന്നുമല്ല. തൈബത്ത് സമാൻ എന്ന റിസോർട്ടാണ് അത്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടി. ഒരു ഗ്രാമം ആധുനികമായ റിസോർട്ടായി മാറിയ കഥയാണ് തൈബത്ത് സമാന്റേത്. തൈബ എന്നു പേരുള്ള ഗ്രാമമാണ് പണ്ടിവിടെ ഉണ്ടായിരുന്നത്. ഗ്രാമീണർക്ക് നല്ല സാമ്പത്തിക നില ഉണ്ടാവുന്നതിനും ഗ്രാമം അതേപടി നിലനിർത്തുന്നതിനും വേണ്ടി അവിടെ മേയറായിരുന്ന അബു ഫിറാസ് ശ്രമം തുടങ്ങി. വിഷയം ജോർദാൻ ടൂറിസം ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പിന്റെ മുന്നിലെത്തി. അവർ ദൗത്യം ഏറ്റെടുത്തു. അങ്ങനെ 19-ാം നൂറ്റാണ്ടിലെ ജോർദാനിയൻ ഗ്രാമമാതൃകയിൽ റിസോർട്ട് സ്ഥാപിതമാവുകയായിരുന്നു. തൈബ ഗ്രാമവാസികളാണ് റിസോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ തൊഴിലുകളും ചെയ്യുന്നത്. രസകരമായ പുത്തൻ അറിവുകളിലൂടെ വീണ്ടും സഞ്ചാരം തുടരുകയാണ്. ഹാബീസ് വളരെ ഫ്രണ്ട്ലി ആയിരിക്കുന്നു. നേരം 2 മണിയായിട്ടുണ്ട്. 4 മണിയോടെ വാദി റമ്മിൽ എത്തുമെന്നാണ് ഹാബീസ് പറയുന്നത്.
ധാരാളം മലയോര ഗ്രാമങ്ങൾ കടന്നുള്ള യാത്ര. ജോർദാന്റെ ജനസംഖ്യയിൽ വലിയൊരു ശതമാനം ഇത്തരം ഗ്രാമങ്ങളിലാണ് വസിക്കുന്നത്. ഒരു ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞു. കിങ്സ് ഹൈവേ എന്ന പാതയാണിത്. ചരിത്രപാതയാണ് കിങ്സ് ഹൈവേ. മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഏറ്റവും പുരാതനമായ ട്രേഡ് റൂട്ട്. ഈജിപ്തിലെ ഹെലിയോപോളിസിൽ നിന്നും ആരംഭിച്ച് സിനായ് മുനമ്പിനെ കടന്ന് അക്ബ വരെ നീണ്ടുകിടക്കുന്ന ഒരു പാത. അക്ബയിൽ നിന്ന് വീണ്ടും ദമാസ്കസിലേക്കും യൂഫ്രട്ടീസ് നദിയുടെ തീരത്തേക്കും വഴി നീളുന്നു. പഴയ നിയമകാലത്ത് ഏദോം, മോവാബ്, അമോൺ തുടങ്ങിയ പ്രദേശങ്ങളും എണ്ണമറ്റ അരാമ്യൻ സമൂഹങ്ങളും കച്ചവടയാത്രകൾക്കായി കിങ്സ് ഹൈവേയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. നബാത്തിയന്മാർ തെക്കൻ അറേബ്യയുമായുള്ള വാണിജ്യത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്നതും ഈ പാത തന്നെ. BC 1-ാം നൂറ്റാണ്ടിൽ ഈ പാതയിലെ ആധിപത്യത്തിനായി നിരവധി യുദ്ധങ്ങൾ തന്നെ നടന്നിട്ടുണ്ട്. റോമൻ അധീനതയിലായ കാലത്ത് ട്രാജൻ ചക്രവർത്തി ഈ പാതയൊന്ന് പുനർനിർമ്മിച്ചിരുന്നു. ബദുക്കൾ ആടുമേയിച്ചു നടക്കുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം. കുന്നുകളിൽ ചെറിയ പച്ചപ്പുണ്ട്. ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന കുന്നുകളും താഴ്വാരങ്ങളുമാണ്. ആ മഞ്ഞുരുകുമ്പോൾ സസ്യജാലങ്ങൾ തളിർക്കുന്നു. മഞ്ഞുകാലം കഴിഞ്ഞ് വേനൽ തുടങ്ങുമ്പോൾ ഇവിടമെല്ലാം നല്ല പുൽക്കുന്നുകളാവും. അതുകൊണ്ടുതന്നെ ആട്ടിൻപറ്റവും ഒട്ടകങ്ങളുമായി ബദുക്കൾ ഈ മേഖലയിൽ കറങ്ങുന്നുണ്ടാവും. ആട്ടിൻപറ്റങ്ങളെയും ബദുക്കളുടെ കമ്പിളിക്കൂടാരങ്ങളുമൊക്കെ കുന്നിൻ ചെരുവുകളിൽ കാണാം. വരണ്ട കുന്നുകൾ. മേഖലയിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശമാണിത്. ചിലയിടത്തൊക്കെ കാഴ്ച വളരെ വിരസമാണെന്ന് തോന്നും. അൽ റാജഫ് എന്ന പ്രദേശമാണിത്. ഇതൊരു സുഖവാസ കേന്ദ്രമാണെന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ കൃഷിയിടങ്ങളും വലിയ ജനവാസ കേന്ദ്രങ്ങളുമെല്ലാം കാണാം. ബെദൂയിൻ തീമിൽ ടൂർ പരിപാടികൾ സംഘടിപ്പിക്കുന്ന നിരവധി ടൂർ കമ്പനികളുണ്ട് അൽ റാജഫിൽ. അങ്ങു ദൂരെ പെട്രയുടെ തുടർച്ച പോലെ പരുക്കൻ മലനിരകൾ കാണാം. ഇവിടെയാകട്ടെ കുന്നിൻ ചെരുവിൽ ഒലിവ് തോട്ടങ്ങൾ. ഇതിവിടുത്തെ ഒരു സുവനീർ ഷോപ്പാണ്. ടാലിന എന്ന പേരിലുള്ള ഷോപ്പ്. യാത്ര തുടരുമ്പോൾ ഇവിടെയെല്ലാം ബദുക്കളുടെ കൂടാരങ്ങൾ കാണുന്നു. കറുത്ത കമ്പിളി കൊണ്ടുള്ള കൂടാരങ്ങൾ. തീർത്തും വിജനമായ പ്രദേശങ്ങളുമുണ്ട്. എന്നാൽ അവിടെയൊക്കെയും നല്ല പാതയും വഴിവിളക്കുകളുമെല്ലാമുണ്ട്. ഒട്ടൊരു ദുരൂഹമെന്ന് തോന്നുന്ന കുന്നുകൾക്കിടയിലൂടെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന കിങ്സ് ഹൈവേ. ഈ പ്രദേശത്ത് വിൻമില്ലുകൾ സ്ഥാപിച്ച് കാറ്റിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു ബൃഹത് പദ്ധതിക്ക് ജോർദാൻ ഗവൺമെന്റ് തുടക്കമിട്ടു കഴിഞ്ഞു. ഇടയ്ക്ക് ഇങ്ങനെ ചില ബെദൂയിയൻ സെറ്റിൽമെന്റുകളുണ്ട്. കാഴ്ചകളിൽ വ്യത്യസ്തതയില്ല എങ്കിലും രസകരമാണ് ഈ യാത്ര. അങ്ങിങ്ങ് ബെദൂയിയൻ കൂടാരങ്ങൾ. 2-3 കുടുംബങ്ങൾ ആ കൂടാരത്തിൽ വസിക്കുന്നുണ്ടാവും. ജോർദാന്റെ ഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു പരന്ന മലയുടെ നെറുകയിലൂടെ. ചുറ്റും തിരമാലകൾ പോലെ മലനിരകൾ. കുന്നുകളിലൂടെ ഏതോ വിദൂര ഗ്രാമത്തിലേക്കുള്ള നടപ്പാതകൾ. ബദുക്കൾ ആടുകളെ തെളിച്ചു നീങ്ങുന്ന വഴികളുമാവാം. അമ്മാനിൽ നിന്നും അക്ബയിലേക്ക് പോകുന്ന ഞാൻ ഇന്നലെ യാത്ര ചെയ്ത ഹൈവേയിലേക്ക് ഒരിക്കൽ കൂടി എത്തുകയാണ്. കഴിഞ്ഞ ദിവസം വടക്കു ഭാഗത്തു നിന്നും വന്ന് കിങ്സ് ഹൈവേയിലേക്ക് കയറിയാണ് പെട്രയിലേക്ക് പോയതെങ്കിൽ ഇപ്പോൾ പെട്രയുടെ തെക്കുഭാഗത്തുള്ള ഒരിടത്ത് വെച്ച് വീണ്ടും അമ്മാൻ അൽ അക്ബ ഹൈവേയിലേക്ക് കയറിയിരിക്കുന്നു. വ്യാവസായിക വാണിജ്യരംഗങ്ങളിൽ ജോർദാന്റെ നട്ടെല്ലായ ഹൈവേയാണിത്. അതിരിൽ കാണുന്ന മലനിരകൾക്കപ്പുറം മരുഭൂമിയാണ്. അത് ഇസ്രായേൽ അതിർത്തിയിലേക്കെത്തുന്നു. ഡെസേർട്ട് ഹൈവേ എന്നൊരു പേരുകൂടിയുണ്ട് ഇതിന്. ജോർദാന്റെ ഏക തുറമുഖമാണ് അക്ബയിലേത്. അവിടെ ജോർദാൻ അവകാശപ്പെട്ട കടൽ തീരമാകട്ടെ ഏതാണ്ട് 20 കിലോമീറ്ററേ ഉള്ളു താനും. ചെങ്കടലിന്റെ ആ ഒരു ഭാഗമാണ് ജോർദാന്റെ തുറമുഖ സംബന്ധവും നാവിക സംബന്ധവുമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നത്. കപ്പലുകളിൽ ജോർദാൻ എന്ന രാജ്യത്തേക്കെത്തുന്ന എല്ലാ ചരക്കും ഇറങ്ങുന്നത് അക്ബ തുറമുഖത്താണ്. അത് കടന്നു പോകുന്നതാവട്ടെ ഈ പാതയിലൂടെയും. ഇതുവരെ സഞ്ചരിച്ചിരുന്നത് ജോർദാന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തുകൂടിയാണെങ്കിൽ ഇനി കടൽ നിരപ്പിലേക്ക് താഴുകയാണ്. അതിനാൽ ഇനി ഹൈവേയുടെ വിശാലതയിലൂടെ നല്ല സ്പീഡിലുള്ള ഇറക്കമായിരിക്കും.
ഇടതുവശത്തെ ട്രാക്കിൽ തുറമുഖത്തു നിന്നും എണ്ണയും മറ്റു ചരക്കുകളും കയറ്റി വലിഞ്ഞു കയറി വരുന്ന ട്രക്കുകൾ കാണാം. പെട്രോളിയത്തിനായി ജോർദാൻ കൂടുതലായും ആശ്രയിക്കുന്നത് സൗദി അറേബ്യയെയാണ്. സൗദി അറേബ്യയിൽ ഉള്ളതിലും 4 ഇരട്ടി വരും ജോർദാനിലെ പെട്രോൾ വില. അതുകൊണ്ട് തന്നെ ഈ ഹൈവേയുടെ ഓരത്തൊക്കെയുള്ള ചെറിയ കടകളിൽ താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് പെട്രോളും ഡീസലും വാങ്ങാൻ കിട്ടും. ടാങ്കർ ലോറിയിലെ ഡ്രൈവർമാർ രഹസ്യമായി ഊറ്റി വിൽക്കുന്നതാണത്. ഈ കടന്നുപോകുന്ന വാഹനങ്ങളിൽ ഭൂരിപക്ഷവും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റിയവയാണ്. കാലിയടിച്ച് തുറമുഖത്തേക്ക് പോകുന്ന ടാങ്കറുകൾ വലതുവശത്തെ ട്രാക്കിൽ. ഹൈവേയുടെ കാഴ്ചകളിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്.